ചങ്ങായിമാരെ, ഞാനിന്ന് നിങ്ങൾക്കുണ്ടല്ലോ ഒരു മനോഹരമായ വീഡിയോ കാണിച്ചുതരാം. ഒരു നിരാലംബനായ യുവാവിന്റെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന്റെ ഒരു വീഡിയോ. ആ പാവ യുവാവിന്റെ സന്തോഷത്തിലുണ്ടല്ലോ നിങ്ങളും ഒരു കാരണക്കാരാട്ടോ. അതെങ്ങനെയാണെന്നൊക്കെ ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷെ അതിനു മുന്നേ ഒരു പരനാറി സംഖ്യക്ക് നമ്മൾ ആരിഫ് ഹുസൈൻ ശിഷ്യനില്ലേ, ഒരു ശിഷ്യനുണ്ടല്ലോ, ഒരു ചുട്ട മറുപടി കൊടുത്തേ പറ്റൂ. ആ പരനാറി നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ ഒരു വൃത്തികെട്ട വീഡിയോ ചെയ്ത് ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. അതിനുശേഷമുള്ള ആ പരനാറിക്ക് ചുട്ട മറുപടിയും കൊടുക്കാം. ഈ അൻസാരിനെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഈ അൻസാരി വലിയ ഇരവാദവും ഭയങ്കര ബഹളമായിട്ട് വന്നത്. മോന്തയാരോ കൊരങ്ങനെ പോലെ എഡിറ്റ് ചെയ്തു പോലും. അതിന്റെ പേരിൽ സെന്റിമെന്റൽ കൊണ, ഇമോഷൻ റീല്, പിന്നെ അയാളെ സുഡാപ്പികൾ മൊത്തം ബഹളമായ, സുഡാപ്പികൾ മൊത്തം ഇമോഷൻ കൊണ. ഇവിടെ ജോസഫ് മാഷ് കൈ മുസ്ലിം തീവ്രവാദികൾ വെട്ടിയെടുത്തപ്പം അയാൾ ഭാര്യ മകൻ, അയാളെ കുടുംബം അത്രയും പ്രശ്നങ്ങളിലൂടെയും അത്രയും നഷ്ടങ്ങളായി കുടുംബത്തിൽ വന്നു. അങ്ങനെ ജോസഫ് മാഷ് പുസ്തകം എഴുതി, അറ്റുപോകാത്ത ഓർമ്മകൾ. ഈ പുസ്തകം കൈ പിടിച്ചുകൊണ്ട് പുച്ഛഭാവത്തിൽ ഉസ്താദാണ്. ഇത് യാതൊരു രംഗമില്ല. ഒന്നും ചെയ്യാത്ത നല്ല ഒരാളെ മുഖമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പറയാം, ഓക്കെ, അങ്ങനെ ആക്കി ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. ഈ ഉസ്താദ് ഇതിന് അർഹിക്കുന്നതാണ്. ഇയാൾ ചെയ്യുന്ന പരിപാടി ഉണ്ട്, ഡോഗ് വിസിൽ ചെയ്യാന്നുള്ളത്. ഡോഗ് വിസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇയാൾ വീഡിയോ ഇടുന്നതിൽ ഞാൻ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഇടുന്നത്. പക്ഷേ ഈ വീഡിയോ ഇയാൾ ചെയ്യുന്ന കാര്യം ഈ വ്യക്തിയുടെ ഐഡിയോ കാര്യങ്ങളോ എല്ലാം പരസ്യമാക്കി ഇയാളെ കുറെ സുഡാപ്പി അടിമകളുണ്ട്. അപ്പോൾ തന്തക്കും തള്ളക്കും തെറിയില്ല. ഇയാളെ ഒരു വീഡിയോ കഴിഞ്ഞാൽ 4 സഞ്ചസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സുഡാപ്പികൾ തള്ളക്കും തന്തക്കും മോർഫിയലും ഫോട്ടോമോർഫിയലും തന്തക്കുളിയും തള്ളക്കുളിയും വീട്ടുകാരെ ഫോട്ടോ എടുത്തതാക്കളൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഡോഗ് വിസിൽ കൊടുക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പൊ പുറത്ത് നോക്കുമ്പോൾ എന്താ, അയ്യോ ഞാനും ചെയ്തില്ല, ഞാൻ ഇവരെ പറ്റി നന്മയെ പറഞ്ഞു ഇമ്മാരി ചട്ടത്തിന് ചെയ്യുന്നത് അതാണ്. ഇതിലും വലുത് ആളുകൾ ഇയാളെ പറ്റി മനസ്സിലാക്കിയാക്കി കിട്ടും. അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇയാൾ മോന്ത കുറങ്ങനാക്കി മറ്റേ കുറെ ആളുകൾ സെന്റിമെന്റും കാര്യങ്ങളും അയ്യോ അങ്ങനെ ചെയ്ത് ആശയപരമായ വ്യത്യസ്തം, അങ്ങനെ ഒരു വ്യത്യസ്തത എന്ത് തേങ്ങയായാലും ഇയാൾ ചെയ്തതിനും 10 ഇയാൾക്ക് കിട്ടിയിട്ടില്ല. ഇയാൾ ചെയ്യുന്നതിന് ആളുകൾ ഇയാൾ മനസ്സിലാക്കി ആശയപരമായും ആളുകൾ ഇയാളെ സ്വഭാവങ്ങളും വിളിച്ചതുകൊണ്ടിരും. ഈ പരമാറി ചാണക സംഖ്യ നമ്മൾ അൻസാരി ഉസ്താദിന്റെ സ്വഭാവം ഉണ്ടല്ല, അത് വിളിച്ചത് വരാനൊന്നുമില്ല. ഉസ്താദിന്റെ സ്വഭാവം ഉണ്ടല്ല, എല്ലാവർക്കും അറിയാം. ഇനി നിനക്ക് അൻസാരി ഉസ്താദിന്റെ സ്വഭാവം അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഉസ്താദിന്റെ ചാനൽ ഉണ്ടല്ല, അതിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നിനക്കുണ്ടല്ലോ അൻസാരി ഉസ്താദ് ആരാണെന്നും ഉസ്താദിന്റെ വില എന്താണെന്നും ഉസ്താദിനുണ്ടല്ലോ ഈ കേരളത്തിൽ എത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നിന്നെപ്പോലത്തെ പരനാറി സംഖ്യകൾക്കുണ്ടല്ലോ അൻസാരി ഉസ്താദിനെ നേരിട്ട് മുട്ടിയിട്ട് എത്താതാകുമ്പോൾ കാണിക്കുന്ന തന്തയില്ലായ്മയാണ് ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോ ഇങ്ങനെ മോർഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത്. ഉസ്താദിന്റെ മുഖമുണ്ടല്ലോ ഇങ്ങനെ വികൃതമാക്കിയതിൽ നീയൊക്കെ ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മാതാപിതാക്കളുണ്ടല്ലോ അവരൊക്കെ എത്രമാത്രം വൃത്തികെട്ടവരായിരിക്കും. കാരണം അവർ വൃത്തികെട്ടവരായതുകൊണ്ടാണ് നിന്നെപ്പോലത്തെ ഒരു മകനുണ്ടല്ല, നിന്നെപ്പോലത്തെ ഒരു വൃത്തികെട്ട മകനുണ്ടല്ല അവർക്കുണ്ടായത്. നിന്റെ മാതാപിതാക്കൾ നല്ലവരായിരുന്നെങ്കിൽ, നല്ല മനസ്സിന് ഉടമകളായിരുന്നെങ്കിലല്ല നിന്നെപ്പോലത്തെ ഒരു വൃത്തികെട്ടവനുണ്ടല്ല അവർക്ക് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയൊരു ജന്മം നിനക്കുണ്ടെങ്കിൽ പരനാറി ചാണക സംഖ്യ നല്ല മാതാവിനും നല്ല പിതാവിനും പറക്കാൻ വേണ്ടി നീ നല്ലോണം ഉണ്ടല്ല, നല്ലോണം ഒന്ന് പ്രാർത്ഥിക്ക്. നീ ചെയ്ത ചെറ്റത്തരത്തിനുണ്ടല്ല ഇതിലും മാന്യമായ ഒരു മറുപടി ഉണ്ടല്ല എനിക്ക് തരാൻ പറ്റൂല. ഇനി നമുക്ക് ഇവനെപ്പോലത്തെ പരനാറികൾക്കുണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ നിങ്ങളിൽ പലരും ഉണ്ടല്ലോ, നിങ്ങളിൽ പലരും കണ്ടതായിരിക്കും. എന്നാലും ഒരു വട്ടം കൂടി ഉണ്ടല്ലോ ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. അതിനുശേഷം ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കാണിച്ചു തരാം. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവൃത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ മകന് കാല് പിടിപ്പിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയത്, ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഉസ്താദാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കണം. ദൈവം അഴച്ച ഒരാളാണെന്നാണ് ഞങ്ങൾ കണക്കാക്കിയേക്കണം. നിങ്ങൾ കണ്ടില്ലേ, സുജിത്തിന്റെ കാല് മുറിച്ചു പോയതാണ്. അപ്പൊ സുജിത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം, 2 വയസ്സുള്ള കുഞ്ഞാണ് സുജിത്തിനുള്ളത്. അതിനെ ഒന്ന് സ്വന്തം ആരോഗ്യത്തോടുകൂടി എടുക്കാൻ പോലും സുജിത്തിന് വയ്യ. സുജിത്ത് എന്നോട് വിട്ട വോയിസ് ഒക്കെ പലപ്പോഴും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുള്ളതാണ്. വളരെ നിസ്സഹായമായ അവസ്ഥയാണ്. അവന് വേറെ മാർഗങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ. അപ്പം സുജിത്തിനൊരു വേറെ ഒന്നും വേണ്ട, ഒരു കാല് പിടിപ്പിക്കണം, വെപ്പുകാല്. കാരണം അവൻ എൻ്റെ പ്രായമാണ്. എനിക്ക് 3 മക്കളാണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്ന, ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ആശുപത്രി കിടന്ന സമയത്ത് ഉസ്താദ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് ഉസ്താദിന് എന്നെ സഹായിക്കാൻ സാധിച്ച്. അങ്ങനെയാണ് എൻ്റെ ജീവൻ കിട്ടിയത് തന്നെ. ഇപ്പം അത് ആ ജീവൻ കിട്ടിയതിൻ്റെ ആ സമയത്ത് എൻ്റെ കാലും മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജോലിക്ക് പോകണമെങ്കിലും കുഞ്ഞിനെയൊക്കെ നോക്കണമെങ്കിലും അത് കാല് വെക്കുന്നതിന് നല്ലൊരു തുകയാകും എന്നാണ് പറയണത്. ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് പൈസ ഹോസ്പിറ്റലുമായി. വിഷമിക്കാൻ നമുക്ക് മാർഗം ഉണ്ടാക്കാം. അപ്പോൾ സുജിത്തെ, എനിക്ക് ഏറ്റവും സുജിത്തിൻ്റെ വാക്കിൽ എന്നെ ആകർഷണം മറ്റൊരു കാര്യം, സുജിത്തിന് എല്ലാ കാലത്തും നമ്മളിങ്ങനെ സഹായിച്ച് ജീവിക്കണം എന്നുള്ളതുകൊണ്ടല്ല. അവനിക്കിപ്പോൾ കണ്ടില്ലേ അവൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ് അവൻ്റെ കാലിൻ്റെ അവസ്ഥ. അപ്പോൾ അവനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം. അപ്പം ഒരു വെപ്പുകാലിൽ നിന്നുകൊണ്ട് അവൻ ഈ കുടുംബത്തെ പോറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് അവൻ നമ്മുടെ മുമ്പിൽ ഇത് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ, എല്ലാ കാലത്തും നമ്മുടെ സഹായം കൊണ്ട് അവർക്ക് ജീവിക്കാനല്ല ആഗ്രഹം. ഇപ്പോൾ ഒന്ന് സഹായിച്ചു കൊടുത്താൽ അവന് കുടുംബം സന്തോഷമായിട്ട് പോകും. താഴെ കാണുന്ന QR കോഡിൽ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് 10 രൂപയെങ്കിലും തരിക. പലതുള്ളി പെരുവെള്ളം നമ്മളെല്ലാം കൂടെ ചേർന്ന് നിന്നാൽ അവനൊരു ജീവിതം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന സംഭാവനകൾ സ്വതക്ക കൊണ്ട് പടച്ചു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ.
നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിൽ പലരും ഉണ്ടല്ല ഈ പാവ സുജിത്തിനെ ഉണ്ടല്ല സഹായിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും സഹായിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഉണ്ടല്ല സന്തോഷം ഉണ്ടാക്കുന്ന ആ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? അല്ലയോ മനുഷ്യരെ, നാളെ നബിദിനമല്ലേ? ആ സന്തോഷ സമ്മാനം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തുറക്കട്ടെ. ആദ്യം ഇത് കണ്ടിട്ട് തുറന്നാ പോരെ? എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവൃത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. ഇനിയാണ് നമ്മൾ സമ്മാനം തുറക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ണു നിറച്ചേ, തുറക്കാൻ പോണേ. ഉസ്താദെ, ഞാൻ സുജിത്താണ്. എന്താ പറയണ്ടത്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ഉസ്താദെ. ഞാനിന്ന് അതാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാല് വെച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ഒക്കെ ആയി വരണം. കുറച്ച് ദിവസം കൂടിയൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. ഇന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഉസ്താദിന് വളരെയധികം നന്ദി ഉസ്താദ്. എത്രയോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അതേപോലെ ഉസ്താദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകളും ഇതിന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്നും എനിക്കൊരു ഇതിൽ വരത്തില്ലായിരുന്നു, ഇത് കിട്ടത്തില്ലായിരുന്നു എനിക്ക്. എന്നാലും ഉസ്താദ് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ടും ഉസ്താദ് താങ്ക്സ് ഉസ്താദ്. അപ്പോൾ ഇതാണ് ഞാൻ ഉസ്താദിന് ഇപ്പോൾ അയച്ചത് വീഡിയോ. എന്തായാലും ഞാനത് വെച്ച് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വരും, ഉസ്താദിനെ കാണും. കേട്ടോ ഉസ്താദ്, ഞാനും എൻ്റെ മോനൊക്കെ കൂടി വരും. ഒരു കുഞ്ഞിനായിട്ട് ഞാൻ അവിടെ വരും ഉസ്താദിനെ കാണാനായിട്ട്. താങ്ക്സ് ഉസ്താദെ, വളരെയധികം നന്ദി. നിങ്ങൾ വർഗീയവാദി എന്നോ തീവ്രവാദി എന്നോ ഭീകരവാദി എന്നോ എന്തും വിളിച്ചോളി, നമ്മളിവിടെയൊക്കെ ഉണ്ടാകും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദ്യമായ നിബിദിനാശംസകൾ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പോലും വാഴ്ത്തിപ്പാടിയ ഷർഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് നാളെ. എല്ലാവർക്കും ഹൃദയംഗമമായ നിബിദിനാശംസകൾ. നിങ്ങൾ കണ്ടല്ലോ, ജീവിതം തീർന്നു പോയി എന്ന് വിചാരിച്ചിരുന്ന ഒരു പാവം ഹിന്ദു യുവാവിന് അൻസാരി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള നമ്മളൊരു പുതിയ ജീവിതം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നബിദിനം, നാളെ ഓണം. ഇത്രയും മനോഹരമായ ദിവസങ്ങളിൽ ഉണ്ടല്ല നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ മാത്രം പോരെ. കൃത്രിമ കാലം വെച്ച് നടക്കുമ്പോൾ അവന്റെ മുഖത്തെ സന്തോഷം ഉണ്ടല്ല, ആ സന്തോഷം കാണുമ്പോഴുള്ള സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോകുന്നു. അതുകൊണ്ട് നന്മയുടെ വേറൊരു മുഖമായി നമ്മൾ അൻസാരി ഉസ്താദിന്റെ മുഖമുള്ള വൈകൃതമാകുമ്പോൾ സന്തോഷിക്കുന്ന ഞാൻ നേരത്തെ കാണിച്ച സംഖ്യയോടും ആ സംഖ്യനെ പോലെ സന്തോഷിക്കുന്ന എല്ലാ സംഖ്യയോടും എനിക്കൊന്നേ പറയാനുള്ളൂ. നീയൊക്കെയുള്ള 10 ജന്മം ജനിച്ചാലുണ്ടല്ല അൻസാരി ഉസ്താദ് ചെയ്യുന്ന ഈ നന്മയുണ്ടല്ല, ഈ നന്മയുടെ 7 അയലത്തെത്താൻ കഴിയില്ല. 7 അയലത്തെത്താൻ വേണ്ടിയിട്ടെന്നല്ല, ഒരു മനുഷ്യനായിട്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നീയൊക്കെയുള്ള 10 ജന്മം ജനിച്ചാലാവൂല. നീയൊക്കെ നല്ല തന്തക്കും തള്ളക്കും പിറക്കാത്തതിന്റെ കുറ്റമുണ്ടല്ല, ജീവിതകാലം മുഴുവനുണ്ടല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അൻസാരി ഉസ്താദും ഉസ്താദിനെ സ്നേഹിക്കുന്നവരുണ്ടല്ല, ജാതിയും മതവും നോക്കാതെ ഉണ്ടല്ല എല്ലാവരും ഇങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സഹായിച്ചുകൊണ്ട് നമ്മൾ ഈ കേരളത്തിലുണ്ടല്ല നന്മയുണ്ടല്ല ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അതൊക്കെ കണ്ട് കുരുവട്ടിട്ടുണ്ടല്ല നിന്റെയൊക്കെ ജീവിതം അവസാനിക്കും ചാണക സംഖ്യകളെ. അപ്പൊ തൽക്കാലം നിർത്തുന്നു. ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴെന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും ഒരുപാട് സ്നേഹിക്കുന്നവർക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.